അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ചിലവർ പറയും ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, വിശ്വാസം ഉള്ളവർ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലാത്തവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് എപ്പോഴും നെഗറ്റീവ് തന്നെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്നവർക്ക് ഇത് ചെയ്യാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളും ആണ്. അതായത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യര് ആരും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ചിലവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമില്ല, അവരതിനെല്ലാം പോസിറ്റീവായിട്ട് നേരിട്ടുകൊണ്ടേയിരിക്കും. ചിലവർക്ക് അങ്ങനല്ല, കുഞ്ഞു കാര്യങ്ങളായാൽ പോലും അതിന് കുറേ ടെൻഷൻ പിടിക്കുകയും അതിനി എങ്ങനെയാണോ എന്താവോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, അതിനുള്ള ഒരു ചെറിയ പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണേലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറി നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഞാൻ പറയുവാണ്, വിശ്വാസം ഇല്ലാത്തവർ ഇത് ചെയ്യുകയും വേണ്ട, വിശ്വസിക്കുകയും വേണ്ട. ചിലവർക്കൊക്കെ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അതുപോലെ ഞാൻ ആ കറിവേപ്പിന്റെ കാര്യം ഇട്ടായിരുന്നു. കറിവേപ്പിന്റെ കാര്യം ഇട്ടപ്പം അവർക്കത് ഭയങ്കര അത് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഓർത്തിട്ട് പറയാം. അപ്പൊ ഇത് കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടായിരുന്നു. അപ്പൊ ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ്, കറക്റ്റാണ്. ഞങ്ങൾ അവിടെ വിട്ടു പോകേണ്ടി വന്നു, അത് വിറ്റു, ആ വീട് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ് വായിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, അപ്പൊ അത് കറക്റ്റ് കാര്യം തന്നെയാണ് അല്ലെ. എനിക്ക് അമ്മ പറഞ്ഞു എന്നുള്ള അറിവാണ്. അങ്ങനെ നമുക്ക് ഈ പണ്ടുള്ളവരൊക്കെ പറയുമ്പോഴേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ അറിയാം. അങ്ങനെയുള്ള അറിവുകളിൽ നിന്നല്ലേ നമ്മൾ ഇതൊക്കെ ശേഖരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവർക്കും അറിയാൻ പറ്റുന്ന കാര്യം, നമ്മളെപ്പോലുള്ളവർക്ക് അറിയത്തൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർക്കെല്ലാം അറിയാം. ഞങ്ങളുടെ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. അതിലൊരു കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു സന്തോഷകരമായ കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്കിപ്പം 69K സബ്സ്ക്രൈബേഴ്സ് ആകുന്നു. അതായത് 68.90 തോന്നുന്നു. ഇപ്പൊ 69K ആകാനായിട്ട് പോകുന്നു കേട്ടോ. 69K തികഞ്ഞിട്ടില്ല, ആകാനായിട്ട് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റുമല്ലോ. അപ്പം ഇതിനെല്ലാം ഉള്ള ഉത്തരവാദിത്തം എൻ്റെ കൂട്ടുകാരാണ്. എനിക്ക് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ അല്ലേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് സംരംഭം തുടങ്ങിയാലും, യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും എല്ലാത്തിനും നമുക്ക് മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതിൽ ആരും നെഗറ്റീവ് പറയാനായിട്ട് വരണ്ട. കാരണം നെഗറ്റീവായിട്ട് കാണുന്നവർ കാണണ്ട കേട്ടോ. പോസിറ്റീവായിട്ട് കാണുന്നവർ മാത്രം കാണുക, അല്ലാത്തവർ കാണണ്ട. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഈ ഒരുപാട് അന്ധവിശ്വാസങ്ങളോട് എനിക്ക് താല്പര്യമില്ല. എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് മനുഷ്യന്റെ ഒരു ഇതാണല്ലോ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ആരും തന്നെ ഉണ്ടാകത്തില്ല. പിന്നെ അത് ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലിരിക്കും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ. ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കഴിഞ്ഞാൽ അത് വലുതായിട്ട് മാറുകയുള്ളൂ. അതേസമയം എന്ത് പ്രശ്നമാണേലും അതിനെ തന്മയത്വത്തോടെ നേരിട്ടാലും നമുക്ക് ഒരു പാടും ഇല്ലാതെ നമുക്ക് ആ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിച്ച് മുന്നേറാനായിട്ട് പറ്റും. പക്ഷെ എല്ലാവർക്കും ഒരേ മനസ്സാകണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള മനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നെ കിട്ടുന്നതായിരിക്കും. അതായത് വലിയ കാര്യമുള്ളതല്ല. അതായത് നമ്മുടെ കല്ലുപ്പിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത്
അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ കല്ലുപ്പിനുണ്ട് അല്ലെ. കല്ലുപ്പ് ഒക്കെ പോസിറ്റീവ് എനർജിയാന്ന് പറയും. കല്ലുപ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞു വാവകൾക്കൊക്കെ നമുക്ക് കല്ലുപ്പ്, മുളക്, കടുകെല്ലാം ഒഴിഞ്ഞിടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവിനെ നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് കല്ലുപ്പ് വളരെ പ്രധാനമാണ്. അതുപോലെ ഉറക്കം ഇല്ലാത്തവർക്ക്, അതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉറക്കമില്ലാത്തവർക്ക് കല്ലുപ്പ് ഇങ്ങനെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കം കിട്ടും. ചിലവർക്കൊക്കെ രാത്രിയിൽ ഉറക്കം ഇല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി അങ്ങനെ പറഞ്ഞേ, പിന്നെ ഞങ്ങളത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് ഇടുന്നു. അപ്പൊ ആ കമന്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളാകട്ടെ, ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കുന്നു, എന്തെങ്കിലും കാരണം ആയിക്കോട്ടെ, എന്തെങ്കിലും, അല്ലെങ്കിൽ പൈസ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരശുദ്ധി അത്യാവശ്യമാണ്. ഓർത്തോണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശുദ്ധമായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 12 ചെയ്യുമ്പോൾ അങ്ങനെ ശുദ്ധമൊന്നും വേണ്ടത്. പക്ഷെ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നല്ല ശുദ്ധമായിട്ട് തന്നെയാണ് ചെയ്തത്. നല്ല ശുദ്ധമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇപ്പം നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ, എന്ത് പ്രശ്നങ്ങളായാലും അതിനെ മനസ്സിലോർത്തിട്ട് എനിക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇത് പരിഹരിച്ചു, ഇപ്പോൾ പരിഹരിച്ചു കഴിയുമ്പോഴത്തേക്കും പരിഹരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചു വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് ഇതിനകത്ത് നമ്മുടെ ഉപ്പുകല്ലാണ് നമുക്ക് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞ വലിയ കാര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ട്, സാധാരണ വെള്ളമാണ്, ഗ്ലാസ് നിറച്ച് ഇവിടം വരെ എടുക്കരുത്. ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട് ഉപ്പ് ഇടേണ്ടതാണ്. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ്സിലെ വെള്ളം നിറഞ്ഞു തുളുമ്പും. അതുകൊണ്ട് ഇവിടം വരെ വെള്ളം മാത്രം നമുക്ക് മതിയാവും. തുളുമ്പന ആരും വെള്ളം എടുക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ പ്രശ്നം നമ്മുടെ മനസ്സിലോർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 വിരലുണ്ടല്ലോ, തള്ളവിരല്, ചൂണ്ടുവിരല്, നടുക്കത്തെ വിരല്, ഈ 3 വിരലും കൊണ്ട് നമ്മൾ ഒരു നുള്ളേ എടുക്കാവുള്ളൂ. ഇങ്ങനെ വാരി എടുക്കരുത്. ഈ 3 വിരല് വെച്ച്, മനസ്സിലായില്ലേ? 3 വിരല്, തള്ളവിരല്, ചൂണ്ടുവിരല്, നടുക്കത്തെ വിരല്, ഇത് 3ഉം വെച്ച് ഒരു നുള്ള് ഉപ്പ് എടുക്കാവുള്ളൂ. ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് എടുക്കരുത്. ഒരു നുള്ള് ഉപ്പ് എടുത്തിട്ട് നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ആ ഉപ്പ് ഇതിലേക്ക് ഇട്ട് വെക്കുക. ഇത് ചെയ്യുന്നത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുക. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നാണ് ചെയ്യേണ്ടത്. നേരത്തെ ആരും ചെയ്യണ്ട, കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുക. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ ഒരു നുള്ളുപ്പെടുത്ത 3, അങ്ങനെ 3 പ്രാവശ്യം എടുക്കണം. രണ്ടാമത്തെ പ്രാവശ്യവും ഈ 3 വെള്ളം കൂട്ടി ഒരു നുള്ള് ഉപ്പെടുക്കുക, ഒഴിയുക. മൂന്നാമത്തെ പ്രാവശ്യവും ഈ ഒരു നുള്ളുപ്പെടുക്കുക. അപ്പം 3 നുള്ളു ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. 3 നുള്ളുപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ കട്ടിലാണല്ലോ നമ്മളെല്ലാവരും കിടക്കുന്നത്. ഇനിയിപ്പം തറയിലായിക്കോട്ടെ, എങ്ങനെയാണേലും പ്രശ്നമില്ല. അപ്പം നമ്മൾ ഇത് നമ്മുടെ തലയുടെ ഭാഗത്ത് വെക്കുക. അത്രയും പരിപാടിയുള്ളൂ. ഇത് ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യമാണ്. വെച്ചിട്ട് കിടന്ന് ഉറങ്ങുക. നേരെ വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം, ഈ ഉപ്പും ഈ വെള്ളം, അപ്പം ഇത് ഫുള്ള് അലിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഈ നെഗറ്റീവ് എനർജി മുഴുവനാണ് ഈ ഉപ്പ് വലിച്ചെടുത്തിട്ട് ഈ ഉപ്പ് അലിഞ്ഞ് പോകുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എന്നിട്ട് ആ വെള്ളം നമ്മുടെ സിങ്കിലോ വാഷ് ബേസിനിലോ ആരും ചവിട്ടാത്തടത്ത് കൊണ്ടൊഴിക്കുക. അങ്ങനെ ഈ ഒരു സംഭവം 21 ദിവസം നിങ്ങൾ ചെയ്യുക. 21 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇനിയിപ്പം ഇതിനകത്ത് ഉപ്പ് അലിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് ദോഷം ഉണ്ട് എന്ന് ഉള്ള അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഉപ്പ് അലിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി മുഴുവൻ അലിഞ്ഞ് ഇല്ലാതാകുന്നു. ഉപ്പ് ഇതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ദോഷമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നും വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് 21 ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണാവോ അത് മാറി നമുക്ക് മനസമാധാനം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നിങ്ങൾ ഈ ഉപ്പ് ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു നുള്ള ഉപ്പ് ഇടാനുള്ളൂ. ഒരുപാട് ഉപ്പ് വാരിയിട്ട് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ അലിയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതോ പഠിച്ചതെല്ലാം അവിടെ ഇട്ടിട്ട് പോകുന്ന നോക്കട്ടെ. അപ്പം അത് ശ്രദ്ധിക്കണം. എല്ലാവരും ഒരുപാട് ഉപ്പ് വാരിയിടരുത്. ഒരു നുള്ളുപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു നുള്ളുപ്പ് എടുക്കാളും ഉപ്പ് കല്ലാണ് എടുക്കേണ്ടത്. നമ്മൾ വൈകിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ 21 ദിവസം ഇത് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നമാണെങ്കിലും അത് മാറിക്കിട്ടും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പിന് ഭയങ്കര കഴിവാണ്. പോസിറ്റീവ് എനർജി അല്ലേ, നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവിനെ നമുക്ക് പ്രദാനം ചെയ്യും. ഉപ്പിന് ഭയങ്കര പ്രാധാന്യമാണുള്ളത്. മനസ്സിലായല്ലോ. നമ്മളതുപോലെ ഉപ്പും കുപ്പി അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യേണ്ട വലത്ത് ഭാഗത്ത് വെക്കണം. എന്താ, എൻ്റെ ഉപ്പും കുപ്പി അവിടെ ഇരിപ്പുണ്ട്, വലത്ത് ഭാഗത്ത് തന്നെ ഇരിക്കുന്ന കേട്ടോ. ഞാനത് തന്നെ അവിടുന്ന് മാറ്റാറേ ഇല്ല. അങ്ങനെയൊക്കെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അല്ലാണ്ട് വലിയ ആനുകൂല്യ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പം ചിലവർ കമൻ്റ് ഇട്ടുകൊണ്ട് വരും, വേറെ പണിയൊന്നുമില്ല, അതങ്ങനെ ഇങ്ങനെ മറ്റതാ മറിച്ചാന്ന് പറയും. വിശ്വാസമില്ലാത്തവർ ആരും ഈ വീഡിയോ കാണണ്ട കേട്ടോ. വിശ്വാസമുള്ളവർ മാത്രം കാണുക. വിശ്വാസമുള്ളവർ കണ്ടിട്ട് ഈ 21 ദിവസം ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ പറയുക. ഇത് ഒരു പാടുമില്ല. കിടക്കാൻ കയറുന്നതിന് മുന്നേ, അതായത് നമ്മൾ രാത്രിയിൽ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് പോവുക, പിന്നെ ഒഴിയുക, വെക്കുക. അത്രയും പറഞ്ഞല്ലോ, വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്കതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാകും. ഒരുപാട് മാറ്റം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. മനസ്സിലായല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.